കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊട്ടാരക്കര ഗണപതിയും ഉണ്ണിയപ്പവും. അമ്പലപ്പുഴ പാൽപ്പായസം പോലെ പ്രസിദ്ധമാണ് കൊട്ടാരക്കര ഉണ്ണിയപ്പവും. കൊട്ടാരക്കരയിൽ മിക്ക വീടുകളിലെയും വിശേഷാൽ ചടങ്ങുകൾക്ക് ഉണ്ണിയപ്പം എത്തും. ഇതിൻ്റെ ഐതിഹ്യം പ്രസിദ്ധമാണ്. ഇളയടത്ത് രാജവംശത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണക്കാരനായ പരമേശ്വരൻ കുടികൊള്ളുന്ന കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് എത്തിയതായിരുന്നു പെരുന്തച്ചൻ. ദാരുവേലയുടെ വിശ്രമവേളകളിൽ മനസ്സിലുണർന്ന ഗണപതി രൂപം തൊട്ടടുത്ത് കിടന്ന വരിക്കപ്ലാവിൻ്റെ വേരിൽ കൊത്തി. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാവുമ്പോഴേക്കും മനോഹരമായൊരു കുഞ്ഞു ഗണപതിയും ജനിച്ചു. പക്ഷേ പടിഞ്ഞാറ്റിൻകര ക്ഷേത്ര അധികാരി ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ ഗണപതിയെയും കയ്യിൽ വെച്ച് കിഴക്കേക്കരയിലെ ശിവക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ ഇരിക്കുമ്പോഴാണ് മേൽശാന്തി അതുവഴി വന്നത്. പെരുന്തച്ചൻ തൻ്റെ ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അവിടെ പ്രതിഷ്ഠിച്ചോളാൻ മേൽശാന്തി അനുവാദം കൊടുത്തു. പ്രധാന കോവിലിന് പുറത്ത് തെക്കോട്ട് ദർശനമായി തച്ചൻ തൻ്റെ ഉണ്ണി ഗണപതിയെ പ്രതിഷ്ഠിച്ചു. ക്ഷേത്രത്തിൽ നിവേദ്യം കഴിഞ്ഞപ്പോൾ മേൽശാന്തിയുടെ കയ്യിൽ കിട്ടിയത് കുറച്ച് ഉണ്ണിയപ്പമായിരുന്നു. പെരുന്തച്ചൻ്റെ ഗണപതിക്ക് ഉണ്ണിയപ്പം നൈവേദ്യവും നൽകി ആരാധിച്ചു. അങ്ങനെ പെരുന്തച്ചൻ്റെ ഗണപതിയും ഉണ്ണിയപ്പത്തിൻ്റെ കീർത്തിയും നാൾക്കുനാൾ ഉയരാൻ തുടങ്ങിയെന്നാണ് ഐതിഹ്യം. പണ്ട് ഉണ്ണിയപ്പം ചുടുമ്പോൾ കിലോമീറ്ററുകൾക്ക് അകലെ വരെ മണം പൊങ്ങിപ്പരക്കുമായിരുന്നു അത്രേ. അന്ന് തിരുവല്ലയിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കുന്ന പനിയൻ ശർക്കര, പാചകത്തിന് വെളിച്ചെണ്ണയും നെയ്യും സമാസമം എന്നിങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ശർക്കരയുടെ ഗുണനിലവാരം കുറഞ്ഞതോടെ അത് രുചിയെ ബാധിച്ചിട്ടുണ്ടെന്ന് പഴമക്കാർ പറയുമെങ്കിലും ഈ വിഘ്നേശ്വര നിവേദ്യത്തിൻ്റെ കീർത്തി പക്ഷേ അനുദിനം വർദ്ധിക്കുകയാണ്. അളവുകൾ രഹസ്യമാക്കി വയ്ക്കുമെങ്കിലും ചേരുവകൾ പുറത്തു പറയാൻ അധികാരികൾ മടിക്കില്ല. അത് ഇങ്ങനെയാണ്: അരിപ്പൊടി, ശർക്കരപ്പാനി, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, പാളയംതോടൻ പഴം, നാളികേരം, നെയ്യ് എന്നിവയാണ് ഉണ്ണിയപ്പത്തിൻ്റെ ചേരുവകൾ. ഇപ്പോൾ നെയ്യില്ല, വെളിച്ചെണ്ണയിലാണ് പാചകം. മേമ്പൊടിയായി പഞ്ചസാര തൂവും. 36 കുഴിയുള്ള 8 കാരയിലായി ഒരു സമയം 6400 ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഒരു പാക്കറ്റ് 10 എണ്ണം 30 രൂപയാണ്. രാവിലെ 6:30 മുതൽ രാത്രി 11:15 വരെയും ഉണ്ണിയപ്പം ഇവിടെ ലഭിക്കും. മറ്റൊരു ചടങ്ങ് കൂടി ഉണ്ണിയപ്പവുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട്. ഉദയ അസ്തമന പൂജയാണത്. ഇഷ്ടകാര്യ സിദ്ധിക്കായി നടത്തുന്നതാണിത്. തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് ഈ പൂജ. ഉദയം മുതൽ അസ്തമയം വരെ ഉണ്ണിയപ്പം വാർത്ത് നിവേദിക്കുന്ന ഈ ചടങ്ങിന് പിന്നിലും ഒരു കഥയുണ്ട്. കുട്ടികളില്ലാത്ത മുഖം പേറി നടന്ന കൊട്ടാരക്കര തമ്പുരാൻ ഉണ്ണി പിറന്നാൽ ഉണ്ണി ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടാമെന്ന് പെരുന്തച്ചന് വാക്ക് കൊടുത്തു. ഉണ്ണി പിറന്നപ്പോൾ ഉണ്ണിയപ്പം എത്ര വാർത്തിട്ടും ഗണപതിയെ മൂടാൻ തികയാതെയായി. ദുഃഖിതനായ തമ്പുരാൻ ഉദയം മുതൽ അസ്തമയം വരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഗണപതിക്ക് നൈവേദ്യമൊരുക്കാമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് മുതലാണ് ഈ പൂജ ആരംഭിച്ചത്. ഈ ദിവസങ്ങളിൽ പൂജ നടത്തുന്നവർക്ക് മാത്രമാണ് ഉണ്ണിയപ്പം. 2041 വരെ എല്ലാ ഉദയ അസ്തമയ പൂജകളും അമ്പലത്തിൽ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ശങ്കരൻ നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ മേൽശാന്തി. കീഴ്ശാന്തിയായ മൈലം നിലമന താഴേമ്പടം വേണുപോറ്റിക്കാണ് ഉണ്ണിയപ്പത്തിൻ്റെ ചുമതല. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.